ഹായ് കൂട്ടുകാരെ, എല്ലാവരും ഹാപ്പിയില്ലേ? ഞങ്ങൾ ഹാപ്പി പോകുന്നു കേട്ടോ. ഇന്ന് മണപ്പുള്ളിക്കാവിൽ തൊഴാനായിട്ട് ഇറങ്ങിയതാണ്. ദേവിയുടെ അവിടെ 27-ാം തീയതി ഫെബ്രുവരി 27-ന് വേലയാണ്. വേലയ്ക്ക് മുന്നോടിയിട്ട് കൊടിയേറ്റം നടത്തുന്ന ദിവസക്കാലത്ത് ദേവിയുടെ അടുത്ത് പോയി എല്ലാ സന്തോഷങ്ങളും സങ്കടങ്ങളും ദേവിയായിട്ട് പങ്കുവെച്ചു. ദേവിയുടെ അടുത്ത് നമ്മൾ എല്ലാ കാര്യങ്ങളും പറയുമ്പോൾ തുറന്ന് ദേവിയെ കണ്ടുകൊണ്ട് പറയണം. കാരണം ദേവിയുടെ ആ രൂപം നമ്മുടെ മനസ്സിൽ എപ്പോഴും വേണം. അപ്പൊ ദേവി ഇങ്ങനെ ചിരിച്ചുകൊണ്ട് എല്ലാം ശരിയാവും മോളെ എന്ന് പറയുന്ന ഫീലാണ് നമുക്ക് കിട്ടുക. അങ്ങനെ ദേവിയുടെ തൊഴുത് ഇറങ്ങി. പന്തല് പണികളൊന്നും ഗംഭീരമായിട്ട് നടക്കുന്നില്ല കേട്ടോ. പുനഃപ്രതിഷ്ഠ നടക്കുന്ന സമയം, അങ്ങനെ പുനരുദ്ധാരം നടക്കുന്ന സമയം. ഇപ്പൊ ബിൽഡിംഗ് ഒക്കെ പൊളിച്ച് പണിയാണ് കേട്ടോ അവിടെ കാവിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതൊക്കെ കണ്ട് വലിയ ആഘോഷമായിട്ടല്ല എങ്കിലും മഹോത്സവം അത്യാവശ്യം നന്നായിട്ട് തന്നെ ഇപ്രാവശ്യം നടത്തുന്നുണ്ട്. അത് കഴിഞ്ഞ് അടുത്ത ശാസ്താവിന്റെ പ്രതിഷ്ഠയുണ്ട്. അവിടെ വന്നു കുറേ സ്വാമിമാര് ശബരിമലയ്ക്ക് പോകാൻ വേണ്ടി കെട്ട് നടക്കുന്നുണ്ട്. ഒരു കെട്ടുനിറയിൽ ഞാൻ പങ്കെടുത്തു. 40-40ഓളം കെട്ടുനിറ അന്ന് നടന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത് കേട്ടോ. കെട്ടുനിറയിൽ പങ്കെടുക്കുമ്പോൾ എൻ്റെ മുത്തശ്ശൻ ആലോചിച്ചു. മുത്തശ്ശൻ നല്ലൊരു അയ്യപ്പ ഭക്തനാണ്, ഗുരുസ്വാമിയാണ്, ഭക്തിഗാനം നല്ലപോലെ പാടുന്ന വ്യക്തി കൂടാണ്. അദ്ദേഹത്തെ ഞങ്ങൾ കൺകുളിരൊക്കെ കണ്ട് അനുഭവിച്ചറിഞ്ഞുകൊണ്ട് പറയാൻ കേട്ടോ. നല്ലൊരു അയ്യപ്പ ഭക്തിഗാന പാടുന്ന വ്യക്തിയായിരുന്നു അദ്ദേഹം. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്കുള്ള ഉണ്ണിക്കണ്ണിന് കുറച്ച് പൂ വാങ്ങിക്കാൻ വന്നു. ഉണ്ണിക്കണ്ണിന് കുറച്ച് പൂ വാങ്ങിക്കുമ്പോൾ മരിക്കുളം എന്ന് പറഞ്ഞ സാധനം കിട്ടുമോ? തുളസി പോലൊരു സാധനമാണല്ലോ അത് കിട്ടുമോ ചോദിച്ചപ്പോൾ ഇല്ല, അത് സീസൺ സമയത്ത് മാത്രമേ കിട്ടുള്ളൂ, വിഷുവിൻ്റെ ടൈമിലേ കിട്ടുള്ളൂ, ഇപ്പം അത് സീസൺ അല്ല, അതുകൊണ്ട് അത് കിട്ടാൻ വഴിയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഉണ്ണിക്കണ്ണിന് കുറച്ച് പൂവൊക്കെ വാങ്ങിച്ച് വീട്ടിലേക്ക് വന്നു. നമ്മൾ കാലത്തൊക്കെ ദേവിയുടെ അടുത്തോ ദേവൻ്റെ അടുത്തോ അമ്പലങ്ങളിലോ ക്ഷേത്രങ്ങളിലൊക്കെ പോയി പ്രാർത്ഥിച്ച് വരുമ്പോൾ മനസ്സ് വളരെ ഹാപ്പി ആയിരിക്കും, നല്ല ഫ്രഷ് ആയിരിക്കും. നമ്മളൊന്ന് റീഫ്രഷ് ചെയ്ത പോലെയാണ്. നമ്മൾ നമ്മുടെ വീട്ടിലൊക്കെ പോയിട്ട് വന്ന് സന്തോഷത്തോടെ വരില്ല, അതേ ഫീലാണ് ദേവിയുടെ അടുത്ത് പോയി വന്നപ്പോൾ എനിക്ക് കിട്ടിയില്ല. അങ്ങനെ ഉണ്ണിക്കണ്ണനെ പൂമാല വാങ്ങിച്ച് അതെല്ലാം അണിയിച്ചൊരുക്കി ഉണ്ണിക്കണ്ണനെ സുന്ദരനാക്കി. ഞങ്ങളുടെ ഉണ്ണിക്കണ്ണ വളരെ സുന്ദരൻ. നോക്കൂ, മുഖത്ത് ആ ചൈതന്യം കാണുമ്പോൾ നമുക്ക് അറിയുന്നില്ലേ. അങ്ങനെ ഉണ്ണിക്കണ്ണയുടെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു കുറച്ച് നേരം ഇരുന്നു. ഇനി മണപ്പുള്ളിക്കാവ് വേലയ്ക്ക് എല്ലാവരും വരിക. പാലക്കാട് ജില്ലയിൽ വന്ന് കണ്ട് ആഘോഷം നല്ല സന്തോഷമാക്കുക. അപ്പോൾ ഓക്കെ, ബൈ.